കൊല്ലത്ത് ആഭിചാരക്രിയയ്ക്ക് വഴങ്ങാത്തതിനെ തുടർന്ന് യുവതിയുടെ മുഖത്ത് ഭർത്താവ് തിളച്ച മീൻകറി ഒഴിച്ച കേസിൽ ഏരൂർ സ്വദേശിയായ മുസ്ലിയാരെ പ്രതി ചേർത്തേക്കും. ഇയാളുടെ മൊഴി രേഖപ്പെടുത്തും. ഒളിവിലുള്ള യുവതിയുടെ ഭർത്താവ് സജീറിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന റെജിലിയുടെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. എന്റെ കാലിലൊക്കെ ആയിരുന്നെങ്കിൽ ഞാൻ സഹിച്ചേനെ, പക്ഷെ ഈ മുഖത്ത് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കഴിഞ്ഞ ദിവസമാണ് ആഭിചാരക്രിയയ്ക്ക് വിസമ്മതിച്ചതിന് ആയൂർ ഇട്ടിവിള തെക്കേതിൽ റജുലിയുടെ മുഖത്ത് ഭർത്താവ് സജീർ തിളച്ച മീൻകറി ഒഴിച്ചത്. ഭാര്യയുടെ ശരീരത്തിൽ സാത്താന്റെ ശല്യമുണ്ടെന്ന് പറഞ്ഞ് സജീർ നിരന്തരം റജിലിയെ ആക്രമിച്ചിരുന്നു. തുടർന്ന് മന്ത്രവാദി ജപിച്ച് നൽകിയ ചരടുകൾ കെട്ടാൻ ശ്രമിക്കുന്നതിനിടെ ഇരുവരും വാക്കേറ്റവും തർക്കവും ഉണ്ടായി. മുടി അഴിച്ചിട്ട് മന്ത്രവാദ കർമ്മങ്ങൾ നടത്താൻ റജിലിയെ നിർബന്ധിച്ചു. വഴങ്ങാതിരുന്നതോടെ അടുക്കളയിൽ തിളച്ചു കിടന്ന മീൻകറി റജിലിയുടെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു. പൊള്ളലേറ്റ് റജിലിയുടെ നിലവിളി കേട്ട് നാട്ടുകാരും ബന്ധുക്കളും ഓടിയെത്തുകയും ആദ്യം ആയൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അഞ്ചലിലെ ആശുപത്രിയിലും എത്തിക്കുകയായിരുന്നു. 2-3 ആഴ്ച കൊണ്ട് എന്നെ തളർത്തിയിട്ടേക്കുവാണല്ലോ. അന്നേരം പിന്നെ ഞാൻ അന്ന് ഇരിക്കാത്തതിന്റെ ദേഷ്യമല്ലയോ ഈ തീർക്കുന്നേന്ന് അത് പറഞ്ഞതും ഇത് തട്ടിയതും ഒന്നിച്ചായിരുന്നു. എനിക്കൊരു സെക്കൻഡ് പോലും മാറാനുള്ളൊരു സമയം കിട്ടിയില്ല. സംഭവത്തിൽ ഏരൂർ സ്വദേശിയായ ഉസ്താദിന്റെ മൊഴിയെടുക്കുമെന്നും ആവശ്യമെങ്കിൽ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുമെന്നും പോലീസ് അറിയിച്ചു. ഉസ്താദ് നിർദ്ദേശിച്ച ആഭിചാരക്രിയയ്ക്ക് കൂട്ടുനിൽക്കാത്തതിനുള്ള വിരോധമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിച്ചു. കേസിൽ ഒളിവിൽ കഴിയുന്ന സജീറിനെ അറസ്റ്റ് ചെയ്ത ശേഷമായിരിക്കും കൂടുതൽ നടപടികളുണ്ടാവുക. സജീർ നൽകുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഉസ്താദിനെ പ്രതി ചേർക്കുക എന്നും പോലീസ് പറഞ്ഞു. ന്യൂസ് മലയാളം, കൊല്ലം.